ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ പൂന്തോട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. അപ്പം ഇവിടെ ഇതൊരു കോവലിൻ്റെ തണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി മണ്ണ് വെട്ടിയിട്ട് കൊടുത്താൽ ഇച്ചിരി നല്ലപോലെ ഉണ്ടായിക്കോളൂല്ലോ. അപ്പം ഇങ്ങനെ പൂന്തോട്ടമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ. ഇവിടെ നിന്ന് കേട്ടോ ഞാൻ ചെടിയൊക്കെ കഴിഞ്ഞ ദിവസം എടുത്ത് മാറ്റി വെച്ചില്ലേ. ഇതേ ഒരു വാഴച്ചെടി നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ചുവപ്പും മഞ്ഞയൊക്കെ ഉണ്ട്. ഇത് ചുവപ്പായിട്ട് ഇതിൽ പൂക്കളൊന്നുമില്ല. ഇവിടെ കുറേ തൈയുണ്ട്. അപ്പോൾ ആ തൈ എടുത്ത് ഞാനൊന്ന് അവിടെ വൃത്തിയാക്കിയ ഭാഗത്ത് അവിടെയൊക്കെ കാണാം പുല്ലായിരുന്നു. ആ പുല്ലൊക്കെ പറിച്ച് കളയുന്ന ഭാഗത്തേക്ക് നട്ടു വെച്ചാൽ അത് പൂവായി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതാണ് ഞങ്ങളുടെ വീട് മുറ്റത്തെ ശംഖുപുഷ്പാട്ടത്. ഇതിൽ ഒരുപാട് പൂവുണ്ടായി ഇപ്രാവശ്യം ഈ ശംഖുപുഷ്പത്തിൽ, ഈ ചെടിയിൽ. ഇതിനിപ്പോൾ നല്ല വിലയാണെന്നല്ലേ പറയുന്നത്. ഇത് ഉണക്കിയിട്ട് എന്തോ വിറ്റാൽ മതിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ ഞാൻ വേഗം ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവിടം വരെ ഞാൻ വൃത്തിയാക്കി. ഞാനിങ്ങനെ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് വരും നമുക്ക് കാണുമ്പോഴൊക്കെ. എന്താ ഞാൻ അടിച്ചും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പുല്ല് പറിക്കുന്നതിനിടയ്ക്ക് ഒരു കാന്താരി നിൽക്കുന്നുണ്ടോ, അതിൽ വെള്ളക്കാന്താരി കേട്ടോ. നല്ല എരിവോ നല്ല ടേസ്റ്റും. അതുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അത് ഞങ്ങൾ പറിക്കാതെ വെച്ചേക്കുക വിത്തിന് വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഈ ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല കട്ടിയുള്ള തണ്ടാണിന്. ഇതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോകും. നല്ല വെള്ള പൂക്കളുണ്ടാവും. ഞാനിത് കാണിക്കുന്നതിനിടയ്ക്ക് അത് പറഞ്ഞും പോയി അതിൻ്റെ കൊമ്പ് അവിടെയൊക്കെ. ഇനി അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ അതേ അവിടെ തന്നെ നിന്ന് മിറ്റം അടിക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പം ഞാനും കൂടി സഹായിച്ചു കൊടുക്കുവാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം സീനിയൻ്റെ ഒക്കെ വീഡിയോ ഇട്ടില്ലായിരുന്നോ? ആ ഭാഗവും കൂടെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഈ പൂച്ച ഞാൻ എവിടെ പോയാലും കൂടെ വരും. ഞാനിപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നിരിക്കും, അല്ലെ അവിടെ കിടന്ന് ഉറങ്ങും. അങ്ങനെ ഒരു പൂച്ചയാണേ. ഇത് കണ്ടോ, ഇതാണ് കസ്തൂരി മഞ്ഞളാട്ടത്. ഇത് സാധാ മഞ്ഞളിന് മഞ്ഞ കളറല്ല, ഇതിനൊരു വെള്ള കളറാണ് ഈ മഞ്ഞളിന്. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കച്ചോലം. പണ്ടൊക്കെ ഒത്തിരി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോഡി ഇഞ്ചിയും ഒക്കെ ഉണ്ട്. ഇനി വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഒരു സൈസ് അടയ്ക്ക, കുഞ്ഞി അടയ്ക്കാണ്. നല്ല ചെറി പഴുത്ത് കിടക്കുന്ന മാതിരി തോന്നും. നല്ല ഭംഗിയാണ് ഇത് മുഴുവനും. നല്ല പഴുത്താൽ കാണാനേ. ഇതിന് ഭയങ്കര വിലയാട്ടോ. ഇതിന് സാധാ അടയ്ക്കേക്കാളും ഭയങ്കര വില. ഇതുപോലത്തെ 5 ചോടുണ്ട് ഞങ്ങൾക്ക്.